നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി ജയിച്ചതോടെ ഇനി ഏവരും ഉറ്റുനോക്കുന്നത് വേങ്ങരയിലേക്കാണ്. നിലവിൽ എം.എൽ.എ. ആയ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുന്നതോടെ വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. വേങ്ങരയിൽ ലീഗിനായി ആര് മത്സരിക്കുമെന്നത് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എൻ.എ. ഖാദർ, മുൻ എം.എൽ.എമാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, എം.പി. അബ്ദുസമ്മദ് സമദാനി തുടങ്ങിയവരുടെ പേരുകളൊക്കെ ഉയർന്നുവരുന്നുണ്ട്. യൂത്ത് ലീഗ് നേതാക്കളിൽ ഒരാളെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. പാണക്കാട് കുടുംബത്തിൽ നിന്നൊരാൾ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യത തീരെ കുറവാണ്. കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകുന്ന ഒഴിവിൽ ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി ആര് വരുമെന്നതും ചോദ്യമാണ്. എം.കെ. മുനീർ, വി.കെ. ഇബ്രാഹിം കുഞ്ഞ്, എം. ഉമ്മർ, പി.കെ. അബ്ദുറബ്ബ് എന്നിവരാണ് സഭയിലുള്ള ലീഗ് പരിചയസമ്പന്നർ. അതല്ല, വേങ്ങരയിൽ ജയിക്കുന്നയാളെ വേണോ പാർട്ടി ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്നത് സംബന്ധിച്ചും ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത 14 ദിവസത്തിനുള്ളിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.